തിരൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ ആളുകൾ കൂട്ടത്തോടെ സമ്മതിദാനം വിനിയോഗിച്ചതോടെ ഉച്ചയ്ക്ക് ശേഷം ആളില്ലാ കേന്ദ്രങ്ങളായി വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ. മിക്ക കേന്ദ്രങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാനെത്തിയത് നാമമാത്രമായ വോട്ടർമാർ. പല കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരും വോട്ടർമാരെ കാത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. വൈകുന്നേരം 7:30 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് തിരൂരിൽ ആകെയുള്ള 46,643 വോട്ടർമാരിൽ 34,979 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 74.99% വോട്ടിംഗ് ശതമാനം. ജില്ലയിലെ 12 നഗരസഭകളിൽ 75% താഴെ വോട്ട് രേഖപ്പെടുത്തിയ 4 നഗരസഭകളുടെ ഗണത്തിലാണ് തിരൂരിന്റെ സ്ഥാനം. വോട്ടുകൾ പെട്ടിയിലായതോടെ ഇനി കണക്കുകൂട്ടലുകളുടെ മണിക്കൂറുകളാണ്. തിരൂരിലെ എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും രാവിലെ 7 മുതലേ കനത്ത തിരക്കായിരുന്നു. സ്ത്രീകൾ കൂട്ടത്തോടെയാണ് വോട്ട് ചെയ്യാനെത്തിയത്. ഇത് ഉച്ചവരെയും തുടർന്നു. പലയിടത്തും മണിക്കൂറിലേറെ സമയം വരെ വോട്ടർമാർ കാത്തുനിൽക്കുകയുണ്ടായി. ഉച്ചവരെയും ഇടതടവില്ലാതെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തിയത്. ഇതുമൂലം പല കേന്ദ്രങ്ങളിലും ആളുകളുടെ നിര പുറത്തേക്ക് വരെ നീണ്ടിരുന്നു. ആദ്യ മണിക്കൂറുകളിലെ തിരക്ക് പിന്നീട് വർദ്ധിക്കുകയായിരുന്നു. അതോടെ വോട്ടിംഗ് ശതമാനവും ഉയർന്നു. രാവിലെ 9 മണിക്ക് തന്നെ 10%-ലേറെ വോട്ടുകൾ പോൾ ചെയ്തു കഴിഞ്ഞിരുന്നു. 9:30 ആകുമ്പോഴേക്ക് ഇത് 15-ലേക്ക് ഉയർന്നു. 11 മണിക്ക് മുമ്പായി വോട്ട് ശതമാനം 25-ലേക്ക് എത്തുകയുണ്ടായി. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. 11:30-ക്കുള്ളിൽ ഇത് 32%-ആയും 12:30-യോടെ 42%-ആയും കുതിച്ചു. 2 മണിയോടെ തിരൂരിലെ പോളിംഗ് ശതമാനം 50 കടന്നിരുന്നു. 2:30-ക്ക് 57-ലേക്ക് എത്തിയ പോളിംഗ് ശതമാനം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ 65%-ലേക്ക് എത്തി. ഉച്ചയ്ക്ക് മുമ്പായി ഭൂരിഭാഗം വോട്ടുകളും പോൾ ചെയ്യപ്പെടുന്നത് ആദ്യമായാണെന്ന് രാഷ്ട്രീയ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞ പോളിംഗ് കേന്ദ്രങ്ങളിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. കാത്തിരക്കുണ്ട് വാർഡിലെ പോളിംഗ് കേന്ദ്രത്തിൽ വോട്ടെടുപ്പ് 6 മണിവരെയും നീണ്ടു. കോട്ട് AMUP സ്കൂളിലെ 12-ാം വാർഡ് ബൂത്തിലും ഉച്ചയ്ക്ക് ശേഷവും കനത്ത പോളിംഗ് ഉണ്ടായി. ഉച്ചവരെയും ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വിശ്രമമില്ലാത്ത പ്രയത്നമായിരുന്നു. ഭൂരിഭാഗം പേരും സമ്മതിദാനം വിനിയോഗിച്ച് മടങ്ങിയതോടെ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വിശ്രമാവസ്ഥയിലായിരുന്നു. പലയിടത്തും പോളിംഗ് ഉദ്യോഗസ്ഥർ വരെ ബൂത്തുകളിൽ നിന്ന് പുറത്തെത്തി ചുറ്റി നടന്നു. രാവിലെ പോലീസ് ലൈനിലെ NSS സ്കൂളിലും ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുകളിലും LDF UDF പ്രവർത്തകർ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങളുണ്ടായത് ഒഴിച്ചാൽ തിരൂരിൽ എല്ലായിടത്തും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. വൈകിട്ട് പയ്യനങ്ങാടി TIC സെക്കൻഡറി സ്കൂളിലെ 18-ാം വാർഡ് ബൂത്തിലും ചെറിയ വാക്കുതർക്കമുണ്ടായി. യന്ത്രത്തകരാറുകൾ ഇല്ലാതിരുന്നതും ആശ്വാസമായി. SIR ആശങ്കകൾ കനത്ത പോളിംഗിന് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തിരൂർ SHO വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. 40 വാർഡുകളിലായി 106 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 19 വാർഡുകളിൽ LDFും UDFും നേർക്കുനേർ പോരാട്ടമാണ്. ഇവിടങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത്. 15 വാർഡുകളിൽ ത്രികോണ മത്സരമാണ്. UDFിൽ ലീഗ് 27-ഇടത്തും കോൺഗ്രസ് 13-ഇടത്തുമാണ് മത്സരിക്കുന്നത്. LDFിൽ CPM 34 വാർഡുകളിലും CPI 3-ഇടത്തും മറ്റു 3 പാർട്ടികൾ 1 വീതം വാർഡുകളിലുമാണ് മത്സരിക്കുന്നത്.
BJP 15 വാർഡുകളിലും SDPI 3 വാർഡുകളിലും മത്സരിക്കുന്നു. എഡിറ്റർ ലൈവ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.